നമ്മൾ ഈ കീർത്തനങ്ങളെല്ലാം വായിക്കുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കും, ഇവരെല്ലാം ഭയങ്കര ധീരന്മാരാണ്. ഞാൻ ഭയപ്പെടുകയില്ല എന്ന് പറയുന്നത് എപ്പോഴാണെന്നറിയാവോ? ഭയം വരുമ്പോഴാണ്. ഭയം വന്നു എന്നുള്ളതിന്റെ തെളിവാണ് ഇതിങ്ങനെ കൂടെ പറയുന്നത്. ദാവീദ് ഒത്തിരി പ്രാവശ്യം ഇത് പറയുന്നു, കൊലപുത്രന്മാരും പറയുന്നു. അപ്പോ ഭയത്തെ ജയിക്കാനാണ് അവരങ്ങനെ പറയുന്നത്. നമ്മുടെ മനസ്സിനെ ഭയം കീഴ്പ്പെടുത്താതിരിക്കാനുള്ള മാർഗമാണ് ദൈവവചനം ഉറക്കെ പറയുക, ആത്മീയഗാനങ്ങൾ ഉറക്കെ പാടുക, ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കുക. നമ്മുടെ ശബ്ദം തന്നെ നമ്മൾ കേൾക്കണം. അല്ലാത്തപ്പോൾ നമ്മള് നിരാശയുടെ ശബ്ദം എവിടെ നിന്നോ കേട്ടുകൊണ്ടിരിക്കും. അതിന്റെ പുറകിൽ പിശാചാണെന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. നമ്മൾ എന്ത് പറയുന്നു എന്നാണ് ദൈവം ചോദിക്കുന്നത്. നിന്റെ ബോഡി എന്ത് പറയുന്നു, കോവിഡ് എന്ത് പറയുന്നു, ദേശം എന്ത് പറയുന്നു, ഗവൺമെന്റ് എന്ത് പറയുന്നു, പിശാച് എന്ത് പറയുന്നു, അതൊക്കെ അവിടെ നിൽക്കട്ടെ. നീ എന്ത് പറയുന്നു? ഞാൻ പറയുന്നത് കേൾക്കണോ? ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും, അത് ഒരു ഭാവനാ ഗീതമാണ്. എന്തെല്ലാം സംഭവിച്ചാലും ഞാൻ ഭയപ്പെടുകയില്ല. അതിന്റെ കാരണം ദൈവം എന്റെ സങ്കേതമാണ്. അതൊക്കെ കഴിഞ്ഞ് നമുക്ക് പ്രസിദ്ധമായ ആ വാക്യത്തിലേക്ക് തന്നെ ശ്രദ്ധ തിരിക്കാം. 4-ാമത്തെ വാക്യം ഒന്നുറക്കെ വായിക്കാമോ? ആമേൻ. ഇന്നത്തെ ദൂതിന്റെ പേരിതാണ്, ദൈവത്തിന്റെ നദിയെ പ്രയോജനപ്പെടുത്തുക. ദൈവത്തിന്റെ നദിയെ പ്രയോജനപ്പെടുത്തുക. എവിടെ പ്രയോജനപ്പെടുത്തണം? എപ്പോൾ പ്രയോജനപ്പെടുത്തണം? എങ്ങനെ പ്രയോജനപ്പെടുത്തണം? ദൈവത്തിന്റെ നദിയെ എവിടെ പ്രയോജനപ്പെടുത്തണം? എപ്പോൾ പ്രയോജനപ്പെടുത്തണം? എങ്ങനെ പ്രയോജനപ്പെടുത്തണം? എവിടെയെന്ന് ചോദിച്ചാൽ പ്രതിസന്ധിയുടെ നടുവിൽ. അതാണ് 1, 2, 3 വാക്യങ്ങൾ സൂചിപ്പിക്കുന്നത്. എപ്പോൾ പ്രയോജനപ്പെടുത്തണം? ഉത്തരം അതൊക്കെ തന്നെയാണ്. എങ്കിലും ആവശ്യമുള്ളപ്പോൾ. 42:1 വായിക്കാമോ? എപ്പോഴാണ് കാക്ഷിക്കുന്നത്? ദാഹം വരുമ്പോൾ. ചിലപ്പോൾ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാനും അങ്ങനെ ചെയ്യാറുണ്ട്. എപ്പോൾ പ്രയോജനപ്പെടുത്തണം? ആവശ്യം വരുമ്പോൾ പ്രയോജനപ്പെടുത്തണം. എവിടെ പ്രയോജനപ്പെടുത്തണം? എവിടെയും പ്രയോജനപ്പെടുത്താം. ഏത് പ്രതിസന്ധിയിലും പ്രയോജനപ്പെടുത്താം. ദൈവത്തിന്റെ നദിയുടെ ഉപയോഗം അവിടെ പറഞ്ഞിട്ടുണ്ട്. അത്യുന്നതന്റെ വിശുദ്ധ നിവാസത്തെ സന്തോഷിപ്പിക്കുക. അത്യുന്നതന്റെ വിശുദ്ധ നിവാസമാണ് ഞാൻ എന്ന് ഓരോരുത്തരും തിരിച്ചറിയട്ടെ. പാസ്റ്റർ എന്നല്ല, ഓരോരുത്തരും പറയണം, അത്യുന്നതന്റെ വിശുദ്ധ നിവാസം ഞാനാണ്, നമ്മളാണ്. വാക്യം ഓർമ്മയുണ്ടോ? 1 കൊരിന്ത്യർ 3:16. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാണ്, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. അപ്പൊ ദൈവത്തിന്റെ പരിശുദ്ധ നിവാസമാണ് ആര്? ഞാനും നിങ്ങളും. അങ്ങനെയാണെങ്കിൽ നദിയുടെ പ്രധാന ഉപയോഗം എന്താണ്? ഈ നിവാസങ്ങളെ സന്തോഷിപ്പിക്കലാണ്.
അങ്ങനെയാണെങ്കിൽ നദിയെ പ്രയോജനപ്പെടുത്തേണ്ടത് എപ്പോൾ? സന്തോഷം നഷ്ടപ്പെടുന്ന സമയത്ത്, സന്തോഷമില്ലാത്ത ദിവസങ്ങളിൽ, വരൾച്ച അനുഭവപ്പെടുന്ന ദിവസങ്ങളിൽ, ക്ഷീണം അനുഭവപ്പെടുന്ന ദിവസങ്ങളിൽ, നിരാശ വന്ന് അടുത്തു വന്നിരിക്കുന്ന സമയത്ത് ദൈവത്തിന്റെ നദിയിൽ ആശ്രയിക്കുക. ദൈവത്തിന്റെ നദിയെ പ്രയോജനപ്പെടുത്തുക. ദൈവത്തിന്റെ നദിയെ പ്രയോജനപ്പെടുത്തുന്നത് എങ്ങനെയാണ്? ഒന്ന്, അതിൽ നിന്ന് കുടിക്കുക. യോഹന്നാന്റെ സുവിശേഷം 7:37. വായിച്ചു. ആമേൻ. അടുത്ത വാക്യം. ഇതിനെന്ത് വ്യാഖ്യാനം വേണം? വളരെ പച്ചയായി എഴുതി വെച്ചിരിക്കുകയല്ലേ. ദൈവത്തിന്റെ നദിയെ പ്രയോജനപ്പെടുത്തുന്നത് എങ്ങനെ? കുടിക്കുന്നതിലൂടെ. ദാഹിക്കുന്നവരെല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന് നദികൾ ഒഴുകും. അപ്പൊ ദൈവത്തിന്റെ നദിയെ പ്രയോജനപ്പെടുത്തുന്നത് ഒന്ന്, നമ്മൾ അതിനെ സ്വീകരിക്കുന്നതിലൂടെ. സ്തോത്രം. രണ്ട്, നമ്മൾ അതിനെ മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിലൂടെ. മറ്റുള്ളവരോട് ധൈര്യത്തിന്റെ വാക്കുകൾ പറയാമെങ്കിൽ നമുക്ക് ധൈര്യം ഉണ്ടാവും. നമ്മുടെ അകത്തു നിന്ന് ജീവജലത്തിന്റെ നദി പുറത്തേക്ക് ഒഴുകുമ്പോൾ നമ്മൾ ഫ്രഷ് ആയിക്കൊണ്ടിരിക്കും. കെട്ടിക്കിടക്കുന്ന വെള്ളമെല്ലാം ദുഷിച്ചു പോകും. പുറത്തേക്ക് ഒഴുകുന്നതോറും അത് പുത്തനായിക്കൊണ്ടിരിക്കും. എന്നിൽ വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. ഇന്ന് രാവിലെ അത് നിങ്ങളിലേക്ക് ഒഴുകണം. നിങ്ങളിൽ നിന്ന് അത് ഈ ആഴ്ച മുഴുവനും പുറത്തേക്ക് ഒഴുകണം. കൈകൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താൽ ഹല്ലേലൂയ. ചില ആളുകളുടെ അകത്തുനിന്ന് പുറത്തേക്ക് വരുന്നത് ജീവന്റെ നദിയല്ല, നിരാശയുടെ നദിയും മരണത്തിന്റെ നദിയും പകയുടെ നദിയും വിദ്വേഷത്തിന്റെ നദിയും ഒഴുകുന്നു. അവർ വാ തുറന്ന് പറഞ്ഞ് എന്തെങ്കിലും പറഞ്ഞാൽ മറ്റുള്ളവർക്ക് അസ്വസ്ഥത ഉണ്ടാകുന്നതാണ് ഒഴുകി വരുന്നത്. എന്റെ കർത്താവേ, എനിക്കൊരു മാറ്റം വരുത്തണമേ. എന്റെ അകത്തുനിന്ന് പുറത്തേക്ക് ഒഴുകുന്നത് ജീവന്റെ നദിയാകട്ടെ. അത് മറ്റുള്ളവർക്ക് ജീവൻ കൊടുക്കുന്നതാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇതൊരു വ്യത്യസ്തമായ ജീവിതമാണ് പ്രിയപ്പെട്ടവരെ. ഇത് വളരെ വ്യത്യസ്തമായ ജീവിതമാണ്. ജീവജലത്തിന്റെ നദികൾ നമ്മിൽ നിന്ന് പുറത്തേക്ക് ഒഴുകണം. ഇതെന്താണെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. കൂടുതലൊന്നും പഠിക്കാനൊന്നുമില്ല. തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുവാനുള്ള പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് കർത്താവ് പറഞ്ഞത്. പരിശുദ്ധാത്മാവിനെ പാനം ചെയ്ത വിശുദ്ധന്മാരെ, പരിശുദ്ധാത്മാവിനെ പാനം ചെയ്ത ദൈവമക്കളെ, നമ്മിൽ നിന്ന് ആ നദി പുറത്തേക്ക് ഒഴുകണം. അപ്പോൾ നമ്മുടെ സന്തോഷം ഇരട്ടിയാകും. സന്തോഷം പങ്കുവെച്ചാൽ ഇരട്ടിയാകും, ദുഃഖം പങ്കുവെച്ചാൽ പകുതിയാകും. ഇതൊരു മനഃശാസ്ത്ര തത്വമാണ്. സന്തോഷം പങ്കുവെച്ചാൽ ഇരട്ടിയാകും, ദുഃഖം പങ്കുവെച്ചാൽ പകുതിയാകും. സന്തോഷം പങ്കുവെക്കുക. നമുക്ക് ലഭിച്ച പരിശുദ്ധാത്മ നദിയുടെ അനുഭവങ്ങളെ ആരോടെങ്കിലുമൊക്കെ പങ്കുവെക്കാനായിട്ട് പ്രാർത്ഥിച്ച് ഉത്സാഹിക്കുക. ഒരാളോടെങ്കിലും പങ്കുവെക്കാൻ പറ്റുമോ എന്ന് ഒന്ന് പ്രാർത്ഥിച്ച് നോക്കുക. ഹല്ലേലൂയ. എങ്ങനെ ദൈവത്തിന്റെ നദിയെ പ്രയോജനപ്പെടുത്താം? ഒന്ന്, അത് സ്വീകരിക്കുന്നതിലൂടെ. രണ്ട്, അത് കൊടുക്കുന്നതിലൂടെ. മൂന്ന്, അതിലേക്ക് ഇറങ്ങുന്നതിലൂടെ. എസെക്കിയേൽ പ്രവചനം 47-ാം അധ്യായം 3-ാമത്തെ വാക്യം. 1 മുതൽ വായിച്ചോ പോലെ മനസ്സിലാവുള്ളൂ. ഉറക്കെ വായിക്കണേ.
ആലയത്തിന്റെ ഉമ്മരപ്പടിയുടെ കീഴെ നിന്ന് വെള്ളം കിഴക്കോട്ട് പുറപ്പെടുന്നത് ഞാൻ കണ്ടു. ആലയത്തിന്റെ മുഖം കിഴക്കോട്ടാണല്ലോ. ആ വെള്ളം ആലയത്തിന്റെ വലത്തുഭാഗത്ത് കീഴെ നിന്ന് യാഗപീഠത്തിന് തെക്കുവശമായി ഒഴുകി അവൻ വടക്കോട്ടുള്ള ഗോപുരത്തിൽ കൂടി എന്നെ പുറത്തു കൊണ്ടിരുന്നു. പുറത്തെ വഴിയായി കിഴക്കോട്ട് ദർശനമുള്ള ഗോപുരത്തിൽ കൂടി പുറത്തെ ഗോപുരത്തിലേക്ക് ചുറ്റി നടത്തിക്കൊണ്ടുപോയി. വെള്ളം വലത്തുഭാഗത്തുകൂടി ഒഴുകുന്നത് ഞാൻ കണ്ടു. ഇത്ര നേരം കാണുകയായിരുന്നു. എന്നാൽ അടുത്തത് ആ പുരുഷൻ ഒരളവൊക്കെ എടുത്തു. നമുക്കറിയാം, എന്നെ വെള്ളത്തിലിറക്കി, എന്നെ വെള്ളത്തിൽ കടക്കുമാറാക്കി. അപ്പോഴും ഞാൻ വെള്ളത്തിൽ ഇറങ്ങി. അപ്പോഴാണ് എന്റെ കാൽപാദം മുങ്ങുന്ന ഒരു അളവ് ഞാൻ കണ്ടു. അത് ആ നദിയുടെ ഒരു ഭാഗമാണ്. എന്നാൽ അത് കഴിഞ്ഞ് പിന്നെയും എന്നോട് ഇറങ്ങിക്കൊള്ളാൻ പറഞ്ഞു. അപ്പോൾ വെള്ളം കയറി കയറി വരുന്നത് ഞാൻ കണ്ടു. അതെന്റെ മുട്ടോളം ആയി. പിന്നെയും എനിക്ക് ഇറങ്ങാൻ അനുവാദം തന്നു. അപ്പോൾ വെള്ളം എന്റെ അരയോളമായി. പ്രിയമുള്ളവരെ, ഇതൊന്നും വ്യാഖ്യാനിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. വെള്ളം കൂടുന്നില്ല. വെള്ളം കൂടുന്നുണ്ടെന്നാണ് ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. വെള്ളം കൂടുന്നില്ല, നമ്മൾ ഇറങ്ങുന്നതാണ്. നമ്മൾ ഇറങ്ങുമ്പോൾ വെള്ളം കൂടുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുകയാണ്. ഈ ഒരു നിറവിന്റെ അനുഭവത്തെ കുറിച്ച് വിശ്വസിക്കുന്ന ഒരു സഭയാണിത്. ആത്മാവിൽ നിറയുക എന്ന ആ വിലയേറിയ അനുഭവം നഷ്ടമാക്കി കളയരുതേ. അതിനെ ആരെങ്കിലും മിസ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വിട്ടുകളാം. ആ ചിന്ത മനസ്സിൽ നിന്ന് കളാം. ആത്മനിറവിന്റെ അനുഭവമാണ് നമ്മെ ഈ സന്ദർഭത്തിൽ പിടിച്ചു നിർത്തുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര വ്യക്തമായിട്ടാണ് എസെക്കിയേൽ പറയുന്നത്. നെരിയണിയോളമായി, കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ അത് മുട്ടോളമായി. ഞാൻ ഇറങ്ങി ഇറങ്ങി പോവുകയാണ്. വീണ്ടും ഞാൻ ഇറങ്ങി, വീണ്ടും ഞാൻ ഇറങ്ങി, വീണ്ടും ഞാൻ ഇറങ്ങി. അപ്പോൾ ഞാൻ ആ നദിയിലെങ്ങ് മുങ്ങുകയാണ്. എന്റെ മുഴുവൻ നിയന്ത്രണങ്ങളും ആ നദിയിൽ അലിഞ്ഞു ചേരുകയാണ്. എന്റെ രഹസ്യവും പരസ്യവുമായ എല്ലാം നദി കീഴടക്കി കഴിഞ്ഞിരിക്കുന്നു. ഇതൊന്നും നമ്മുടെ യോഗ്യതയുടെ ഒരു ഭാഗമൊന്നുമല്ല. ഇത് നമ്മുടെ വിശുദ്ധിയുടെ കൂടുതലൂടൊന്നുമല്ല. ഈ യുഗത്തിന്റെ പ്രത്യേകതയാണ്. അന്ത്യകാലത്ത് സകല ജഡത്തിന്റെ മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. പ്രിയമുള്ളവരെ, നമുക്ക് ഈ തലമുറയിൽ കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമാണ് ആത്മനിറവിൻ ജീവിതം. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അതുകൊണ്ടാണ് കവി ഇങ്ങനെ പാടിയത്. മുട്ടോളമല്ല, അരയോളം പോരാ, വലിയൊരു ജീവ നദി. ആമേൻ. മുട്ടോളമല്ല, ഓ നിന്നിട്ടല്ലാതെ നിന്നിട്ടല്ലാതെ
നമുക്ക് ഈ ടെലിവിഷനും സൂമും ഒക്കെ ഉള്ളതുകൊണ്ട് പ്രസംഗം ഇഷ്ടംപോലെ കേൾക്കാം. പക്ഷേ നമുക്കൊന്ന് ആരാധിച്ച് അതിന്റെ ആ ഒരു വിടുതലും അതിന്റെ ആ ഒരു സുഖവും അതിന്റെ ആ ഒരു സ്വാതന്ത്ര്യവും അതനുഭവിക്കാനാണ് ഇന്നത്തെ പകൽ. വേറെ ഒന്നുമില്ല. വെളിപ്പാട് 22 എടുത്താട്ടെ. നദിയെ പ്രയോജനപ്പെടുത്തുക. വീഥിയുടെ നടുവിൽ ആരാ ഉറക്കം വായിക്കാൻ പറ്റുന്നവര്? വീഥിയുടെ നടുവിൽ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതായി പളുങ്കുപോലെ ശുഭ്രമായ ജീവജല നദിയും അവൻ എന്നെ കാണിച്ചു. പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് അതാണ് കാണുന്നത്. ദൈവത്തിന്റെ സിംഹാസനം, കുഞ്ഞാടിന്റെ സിംഹാസനം, അതിൽ നിന്ന് പുറപ്പെടുന്ന നദി. ഇത് ആത്മീയമാണ്, അക്ഷരീയമായിട്ട് എടുക്കാൻ ഒക്കത്തില്ല.
പരിശുദ്ധാത്മാവായ നദി ഒരു തർക്കവും വേണ്ട. Praise the Lord. എന്താണ് നദിയുടെ ഗുണം? വായിച്ചേ. ജീവവൃക്ഷമുണ്ട്. അത് 12 വീതം ഫലം കായ്ച്ച് മാസം തോറും അതത് ഫലം കൊടുക്കുന്നു. ഒരു വൃക്ഷം വെറൈറ്റി ആയിട്ടുള്ള ഫലം കൊടുക്കും. കഴിഞ്ഞ ആഴ്ചയിലെ അനുഭവമല്ല ഈ ആഴ്ചയിലേക്ക്, അടുത്ത ആഴ്ചയിൽ വ്യത്യസ്തമായ അനുഭവം പരിശുദ്ധമാണ്. എന്താ കാര്യം അറിയാമോ? നദി പുതിയതാ. ഇതിനു മുമ്പേ പറഞ്ഞിട്ടുണ്ട്, ഒരു നദിയിൽ ഒന്നിൽ കൂടുതൽ ഇറങ്ങാൻ ആർക്കും ബാക്കി കിട്ടത്തില്ല. കാരണം എന്താ? നദി ഒഴുകുമോ? നദി പുതിയതാണെങ്കിൽ ഫലം പുതിയതാണ്. ഇന്നത്തെ അനുഭവമല്ല, ഒരു പുത്തൻ അനുഭവം ഇന്ന് ദൈവത്തിന് ദൈവാഗ്രഹിക്കുന്നു. എത്ര പേരാഗ്രഹിക്കുന്നു? സംശയിക്കണ്ട. പഴയ അനുഭവങ്ങൾ മാറും. പഴയ പുതിയമായ നീക്കിമാറില്ല. ഓ പുതുക്കത്തിന്റെ അനുഭവം, പുതുക്കത്തിന്റെ അനുഭവം, പുതുക്കത്തിന്റെ അനുഭവം. എനിക്ക് വിശ്വാസമുണ്ട്. ആരംഭിച്ചുകൊണ്ടതിനെ കേട്ടു. ആ നദിയുടെ അടുത്ത ഗുണം അതിന്റെ ഇല രോഗശക്തി കൊണ്ടിരുന്നു. വലിയ വ്യാഖ്യാനമൊന്നും വേണ്ട. ഇന്ന് രോഗസൗഖ്യം ഇതിനകത്ത് വ്യാപരിക്കും. ഇന്ന് ഇതിനകത്ത് രോഗസൗഖ്യം നടക്കും. ബലഹീനപ്പെട്ട ഞരമ്പുകൾ, ബലഹീനപ്പെട്ട മെമ്മറി, ബലഹീനപ്പെട്ട ബ്ലഡ് സർക്കുലേഷൻ, ബലഹീനപ്പെട്ട ഓർമ്മ ശക്തി, ബലഹീനപ്പെട്ട തലച്ചോറ് യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകരി സൗഖ്യമാകട്ടെ. Praise the Lord. നദി ഒഴുകുന്നു, നദി ഒഴുകുന്നു. ആ നദി ഒഴുകുന്നു. രോഗസൗഖ്യം നടന്നുകൊണ്ടിരിക്കുന്നു. വിശ്വസിച്ച് ഏറ്റെടുത്ത സ്വാതന്ത്ര്യം പറഞ്ഞു. നിങ്ങളുടെ ശരീരത്തിൽ എവിടെയാണ് ഇപ്പോൾ സൗഖ്യം വേണ്ടത്, അവിടേക്ക് അതിനെ വിശ്വസത സ്വീകരിച്ച് ആരാധിച്ച് ആ സൗഖ്യം റിയലൈസ് ചെയ്യണം. ഇതിനകത്ത് സൗഖ്യം മാത്രമല്ല, നമ്മൾ വായിച്ചത് ചലിക്കുന്ന പ്രാണികൾ ജീവിക്കും. അതിന്റെ അർത്ഥം എന്താ? ചെറിയൊരു ചലനമുണ്ട്, ചത്തിട്ടില്ല, ചെറിയൊരു ചലനമുണ്ട്. ചാവാറായ ശേഷിപ്പിനെ ശക്തീകരിക്കുന്ന പോരാളികൾ ചെറിയൊരു ചലനമെങ്കിലും നിത്യാകത്തുണ്ടെങ്കിൽ ഇന്ന് അതിനെ ഒരു തുള്ളിച്ചാട്ടമാക്കി മാറ്റും, കുതിച്ചു ചാടുന്നവരാക്കി മാറ്റും. ചലിക്കുന്ന പ്രാണികൾ ജീവിക്കും.
എസെക്കിയേൽ 47:9 ഈ നദി ചെന്ന് ചേരുന്നിടത്ത് ഒക്കെയും ചലിക്കുന്ന സകല പ്രാണികളും ജീവിക്കുന്നതിന് ഒരു ചെറിയ ജീവനുള്ളതെല്ലാം ഇന്ന് കുതിച്ച് ചാടുന്ന അനുഭവത്തിലേക്ക് അത് അങ്ങനെ തന്നെയുണ്ടോ? അങ്ങനെ തന്നെയാണ്. ആ ഒരു ചെറിയ ചലനം മതി, ആ ഒരു ചെറിയ ചലനം മതി, അതിനെ ഒരു വെള്ളച്ചാട്ടമാക്കി മാറ്റും. ശേഷിപ്പികളെ ശക്തീകരിക്കുന്ന നദി ഈ നദി പ്രയോജനപ്പെടുത്തുക. നമുക്കൊക്കെ നല്ല പരിചയമുള്ള ഭാഗങ്ങൾ വായിക്കാൻ പോണേ. അപ്പോസ്തലപ്രവൃത്തികൾ 16:25 അപ്പോസ്തലപ്രവൃത്തികൾ 16:25 വായിക്കുന്നവർ വായിക്കണം. ഒരു വാക്കിലേക്ക് പറഞ്ഞാണ്ട് ബോസ്റ്റൺ എന്ന് പറയുന്ന സ്ഥലത്ത് സൈമൺ എന്ന് പറഞ്ഞ പാസ്റ്ററിനെ വിളിച്ചു. എന്നെ വിളിച്ചു, നിങ്ങൾ സഭയിലെ ദാനി എന്ന് പറയുന്ന സഹോദരനോട് പറയണം, കഴിഞ്ഞ 3-4 ആഴ്ചത്തെ പ്രശ്നം അവിടെ അയച്ചു തന്നു. അപ്പൊ ദാനിയുടെ ഗ്രൂപ്പിൽ നിന്നായി മെസ്സേജ് പോകണം. ഒത്തിരി പേർക്കൊന്നും അയക്കുന്നില്ല, നമ്മുടെ പിള്ളേർക്ക് വേണ്ടിയിട്ടാണ്. അത് ഇതിനൊത്തിരി വ്യൂവേഴ്സ് വരാനൊന്നും അല്ല, നമ്മുടെ ഇവിടുത്തെ ആളുകൾ ദൂരെയുള്ളവർ കേൾക്കാനായിട്ട് മാത്രം ചെയ്യുന്നു. അത് ഞാൻ അദ്ദേഹത്തിന് ഉടനെ മറുപടി ഇട്ടു, ദാനിയുടെ കുഴപ്പമല്ല, ഞങ്ങളിപ്പോൾ ഓളാടുത്തിട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് അവർക്ക് വായിക്കൂടെ പറയാനായിട്ട് വന്നത്. അപ്പൊ നന്നായിട്ട് അവർക്ക് വായിക്കുന്ന ഒരാൾ വായിച്ചു, എല്ലാവരും വായിച്ചു. അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ചു, ദൈവത്തെ പാടി സ്തുതിച്ചു. ഈ അർദ്ധരാത്രി എന്തിനുള്ളതാ? ഉറങ്ങാനുള്ളതാ. ഉറക്കം വരാതെ വന്നാലോ? അർദ്ധരാത്രി ഉറങ്ങാനുള്ളതാ. പക്ഷെ ഉറങ്ങാൻ പറ്റാത്തൊരു ക്ഷീണം, ഒരു പ്രയാസം, ഒരു മാനസിക ബുദ്ധിമുട്ട് വന്നാലോ? 3 മണിയാണ് വെച്ചിരിക്കുന്നത്. പ്രാർത്ഥിച്ചു, പാടി, സ്തുതിച്ചു. ഇത്ര ചെയ്യാവോ? ഇത്ര ചെയ്യാവോ? ബാക്കി ദൈവം ചെയ്തോളൂ. ഇത്ര ചെയ്യാവോ? ബാക്കി ദൈവം ചെയ്തോളൂ. നിന്റെ രാത്രികളെ ആരാധനയാക്കി മാറ്റുക, നിന്റെ രാത്രികളെ വിടുതലാക്കി മാറ്റുക, നിന്റെ രാത്രികളെ അനേകരുടെ വിടുതലിന് കാരണമാക്കി മാറ്റുക. പൗലോസിന് ഉറങ്ങാൻ പറ്റാത്ത രാത്രി എന്ത് സംഭവിച്ചു? സഹതടവുകാരുടെ കൂടെ ബന്ധനഴിയുന്ന ഒരു രാത്രിയാക്കി അതിനെ മാറ്റി. പരിശുദ്ധമാകുന്നവരിൽ പ്രവചനങ്ങളിൽ പറയുന്നു, അസ്വസ്ഥതകളുടെ നടുവിൽ ഒരു ദൈവശക്തി വെളിപ്പെട്ടാൽ ദേശത്തെ ബന്ധനങ്ങളെ അത് അഴിക്കാനായിട്ട്, ദേശത്തെ ബന്ധനങ്ങളെ അഴിക്കുന്ന ഒരാത്മവ്യാപാരം ഈ സഭയ്ക്കകത്തുനിന്ന് ഒഴുകാൻ കഴിയും. പ്രാർത്ഥിച്ചു, പാടി, സ്തുതിച്ചു. പെട്ടെന്ന് എന്തുണ്ടായി? ഇതൊന്നും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ലെന്നേ. നമുക്കൊന്നും ഒരു കെട്ടിടത്തെ കൊല്ലുവാനുള്ള ശക്തിയില്ല. നമുക്കൊന്നും ഒരു ഇരുമ്പ് ഡോർ തുറക്കാൻ കഴിയില്ല. എന്റെ സഹോദരങ്ങളെ, നിങ്ങൾക്കും തുറക്കാൻ കഴിയാത്തത് ഈ നദി തുറന്നു തരും. നിങ്ങൾക്ക് അഴിക്കാൻ പറ്റാത്തത് ഈ അഴിച്ചു തരും. ഒത്തിരി കാര്യങ്ങൾ നടന്നു. രാത്രി, ഈ അർദ്ധരാത്രി എന്റെ ജീവിതം തീർന്നു എന്ന് ശീലാസ് പറഞ്ഞതാണ്. ഇനി നമ്മുടെ വെളിച്ചം കാണില്ല പറഞ്ഞതാണ്. അത്രമാത്രം വേദനയോടുകൂടിയാണ് അവിടെ കിടക്കുന്നത്. പക്ഷെ ചരിത്രം മാറ്റി എഴുതിയ രാത്രിയാണ്. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടു. ഇതിൽ തുറന്ന് ചരിത്രം തിരിച്ചെഴുതുന്ന ആഴ്ചകൾ മാറട്ടെ. അങ്ങനെ തന്നെ വിശ്വസിക്കണം. അങ്ങനെ തന്നെ വിശ്വസിക്കണം. അങ്ങനെ തന്നെ വിശ്വസിക്കണം.
എല്ലാവരുടെയും കണ്ണ് കഴിഞ്ഞുണ്ട്. ഇതൊക്കെ സംഭവിക്കുന്നേ ഇതൊക്കെ സംഭവിക്കും. ആമേൻ. നമ്മളപ്പോൾ നിങ്ങളുടെ ആരാധിക്കാൻ പോകണം. ഒറ്റ പദം കൂടെ കാണിക്കാം. ഇത് മാത്രമല്ല, നീ ഇതിനേക്കാളൊക്കെ ഒരു വലിയ കാര്യം കാണിക്കാം. അപ്പോസ്തലപ്രവൃത്തി 7 അത് ധൈര്യമായിട്ട് നമ്മൾ വായിച്ച് ഗ്രഹിക്കണം. 7-ാം അധ്യായം 54-55. നമുക്ക് നേരെ ആളുകൾ പരിഗണിക്കുന്നു. അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗ്ഗത്തിലേക്ക് ഉറ്റുനോക്കി ദൈവത്തിന്റെ നമ്മുടെ നേരെ മനുഷ്യരെ പരിഗണിക്കുന്ന സമയം വരും. വന്നാൽ എന്നെ ചെയ്യാൻ അപ്പോൾ നമ്മളും പരിഗണിച്ച് പോകും. അതിനെ നമ്മൾ ജയിച്ച് പരിശുദ്ധാത്മാവിൽ അറിയപ്പെടാം. അതിനാണ് അഭിഷേകം. നമ്മുടെ നേരെ ഒരാൾ പരിഗണിച്ചാൽ നമ്മൾ ഇച്ചിരി നേരം ക്ഷമിക്കും. എൻ്റെ ക്ഷമയെ പരീക്ഷ ചെയ്തതെന്ന് പറയും. അത് മാനുഷികം. എന്നാൽ ആത്മാവുള്ളവരാണെങ്കിൽ ആ സമയത്ത് ആത്മാവിൽ നിറയാനായിട്ട് ആഗ്രഹിക്കും. അങ്ങനെ മനസ്സിലൊന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. ഈ ഒരു പ്രതിസന്ധിയിൽ ആത്മാവിന്റെ ശക്തിയെ തന്നെ കവരണം. പെട്ടെന്നുള്ള ആത്മാവിനാണ് ദൈവത്തിന്റെ നദിയെ പ്രയോജനപ്പെടുത്തുക. നമ്മളെ ആളുകൾ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുമ്പോൾ അതിനെതിരെ പ്രതികരിക്കാതിരിക്കുവാൻ ദൈവത്തിന്റെ നദിയെ പ്രയോജനപ്പെടുത്തുക. നമ്മുടെ ചിന്തകളെ, നമ്മുടെ അവയവങ്ങളെ എല്ലാം ആത്മാവ് കീഴടക്കാൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ കണ്ണുകളെ ദൈവം തുറക്കും. അവർ കാണാത്തത് നമ്മൾ കാണും. അത്രയും പേര് അവിടെ വന്നിട്ടുണ്ട്. അവര് കാണാത്തത് സ്റ്റീഫൻ കണ്ടു എന്നോട് പറയാം. അവർ കാണാത്തത് സ്റ്റീഫൻ കണ്ടു. അവർ സ്വർഗം കണ്ടിട്ടില്ല. നമ്മൾ സ്വർഗം കാണുന്നവരാണ്. തീർന്നില്ല. നമ്മൾ വായിക്കുന്ന എല്ലാ വേദഭാവവും വിടുതൽ കിട്ടിയവരുടെ വേദഭാവം. ഇത് വിടുതൽ കിട്ടാത്ത വേദഭാവം. അവര് ഇവനി പറയുന്ന കേട്ടോ ചെവി പൊത്തിക്കൊണ്ട് വാങ്ങി വന്ന് കല്ല് വാക്യം 60 വായിച്ചു. അവനോ ഒട്ടുകുത്തി എന്തെങ്കിലും ഒരു ദിവസം മരിക്കണ്ടേ അല്ലേ? മാക്സിമം മുമ്പോട്ട് പോകട്ടെ. മാക്സിമം മുമ്പോട്ട് പോകട്ടെ. എന്തെങ്കിലും ഒരു ദിവസം മരിക്കണ്ടേ? അത് ആത്മനിർഭരമാണെങ്കിൽ എത്ര നല്ലതായിരുന്നല്ലേ? അപ്പം ദൈവത്തിന് നദിയെ പ്രയോജനപ്പെടുത്തുക. എന്തിന്? മരിക്കാൻ. പോകാതെ പറ്റില്ലല്ലോ. ദൈവത്തിന് നദിയെ പ്രയോജനപ്പെടുത്തുക. എന്തിന്? പല്ല് കടിക്കാതെ മുമ്പിൽ പല്ല് കടിക്കാതെ നിൽക്കാൻ. മനസ്സിലാകുന്നുണ്ടോ? ദൈവത്തിന് നദിയെ പ്രയോജനപ്പെടുത്തുക. എന്തിന്? കല്യാണത്തിന് നടുവിൽ സ്വർഗം കാണാൻ. ദൈവത്തിന് നദിയെ പ്രയോജനപ്പെടുത്തുക. എന്തിന്? ഈ ശരീരം വെട്ടിക്കെടുത്ത് പോകാൻ. വാദമുള്ള, പിത്തമുള്ള, കഫമുള്ള, കൊളസ്ട്രോളുള്ള, പ്രഷറുള്ള, ക്യാൻസറുള്ള ഈ മണ്ണ് വിട്ട് പോകാനും കൂടെ ഈ നദി സഹായിക്കുന്ന ഉറപ്പാണ്. ദൈവത്തിന് നദിയെ പ്രയോജനപ്പെടുത്തുക. പുസ്തകമൊക്കെ സ്വസ്ഥമായി വെച്ച് ചിലപ്പോൾ ആരാധിക്കായിട്ട് എനിക്ക് ചെയ്യുന്നതേ ഉള്ളൂ. വേറൊന്നുമില്ല. മക്കളെ ആ പാട്ട് തന്നെ പാടണേ. നിങ്ങൾ തന്നെ പാടിക്കോ. അപ്പം നിങ്ങൾക്ക് ധാരാളം കാണാൻ പറ്റും. എല്ലാവരും കണ്ണുകൾ അടച്ച് പുസ്തകമൊക്കെ സ്വസ്ഥമായി വെച്ചിട്ട് കൈകൾ അടിച്ച് ഉത്സാഹത്തോടെ ചേർന്ന് പാടിക്കോ. എഴുന്നേൽപ്പിക്കേണ്ടവർ എഴുന്നേൽപ്പിക്കാൻ.